അമേരിക്കൻ പ്രസിഡന്റിനെ വരെ ചികിത്സിച്ചിട്ടുണ്ട്. ഡോക്ടർ KR നാരായണൻ, ഇവിടെ തന്നെ രാജാവ്. അപ്പോൾ ഒരുപാട് പേരെ അങ്ങ് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് ഏതൊക്കെ വിഷയങ്ങളിലാണ്? പക്ഷെ ആൻജിയോഗ്രാം എടുക്കാതെ എങ്ങനെ ഈ ബ്ലോക്ക് കണ്ടുപിടിക്കും, അത് മറ്റൊരു ക്വസ്റ്റ്യൻ. പക്ഷെ അതിനൊരു പ്രതിവിധിയുണ്ട്. അതിൻ്റെ പേരാണ് ഹാർട്ട് സ്കാൻ എന്ന് പറയും. കൊച്ചുകുട്ടികൾ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ളതിന്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ അമിതമായിട്ട് ചോക്ലേറ്റ് കഴിക്കും. ഈ നമ്മുടെ ഇവിടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളുള്ളത്. ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ ഇവിടെയാണ്. ഫുഡ് മസ്റ്റ് ബി അവർ മെഡിസിൻ, മെഡിസിൻ മസ്റ്റ് ബി അവർ ഫുഡ്. അതായത് നമ്മുടെ ആഹാരമായിരിക്കണം നമ്മുടെ ഫുഡ്, ആഹാരമായിരിക്കണം നമ്മുടെ ഔഷധവും. കുറേ നാൾ പന്നിയിറച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുക്ക് ലൈക്ക് പിഗിനെ പോലെ നമ്മളിരിക്കും. കുറേ നാൾ ഇപ്പോൾ നമ്മളായി കഴിഞ്ഞാൽ ഏത് ആനുവൽ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. കഴിയുന്നതും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് മനുഷ്യൻ കഴിക്കേണ്ടത്. ലോകത്തൊരു മെഡിക്കൽ കോളേജുകളിലും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. ഇന്ന് അവാക് മീഡിയയിൽ പുതിയൊരു അതിഥിയാണുള്ളത്, ഡോക്ടർ KB പിള്ള. നമസ്കാരം സാർ. നമസ്കാരം. സാർ, സാറിൻ്റെ ഒരു പ്രൊഫൈല് തന്നെ നോക്കുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ ചികിത്സിച്ചിട്ടുണ്ട്. ഡോക്ടർ KR നാരായണൻ, ഇവിടെ തന്നെ രാജാവ്. അപ്പോൾ ഒരുപാട് പേരെ അങ്ങ് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് ഏതൊക്കെ വിഷയങ്ങളിലാണ് ചികിത്സ നൽകുന്നത്? അതായത് ഞാൻ പല വൈദ്യശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം മോഡേൺ മെഡിസിൻ വിത്ത് ലേസേഴ്സ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി എന്നുള്ള സബ്ജക്റ്റാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മയാമി, USA. പിന്നെ അതുപോലെ ഹോമിയോപ്പതിക് മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹോമിയോപ്പതിക് മെഡിസിൻ, അത് ഇന്ത്യയിലാണ്. പിന്നെ ഡോക്ടർ ഓഫ് നാച്ചുറോപ്പതിക് മെഡിസിൻ ഫ്രം ലണ്ടൻ. ഡോക്ടർ ഓഫ് ചൈനീസ് മെഡിസിൻ ആൻഡ് അക്യുപഞ്ചർ, അത് USA പഠിച്ചത്. പിന്നെ അതുപോലെ പല വൈദ്യശാസ്ത്രങ്ങൾ കൂടാതെ തന്നെ അത് കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ എന്നാണ്. ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ട്രീറ്റ് ആസ് എ ഹോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ തന്നെ കഴിയുന്നതും പല രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു മെത്തേഡാണത്. ഉദാഹരണം, അതുകൊണ്ടാണ് ഞാൻ പല വൈദ്യശാസ്ത്രം ചെയ്തിട്ട് എല്ലാ വൈദ്യശാസ്ത്രത്തിലും ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഉദാഹരണം, നമുക്ക് ഹാർട്ടിന് കൊടുക്കുന്നുണ്ട്, ലിവറിന് കൊടുക്കുന്നുണ്ട്, പിന്നെ കിഡ്നിക്ക് കൊടുക്കുന്നുണ്ട്, ന്യൂറോളജി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിക്കുമ്പോഴത്തേക്ക് എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് മെയിനായിട്ട് ഇത്രയൊക്കെ പറയുന്നത്, ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. ബൈപ്പാസ് സർജറി അതൊരു വലിയ പ്രോസസ്സാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു ബൈപ്പാസ് സർജറിക്ക് ഏകദേശം ഒരു 3 lakhs to 5 lakhs rupees അവർ ചാർജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡുണ്ട്. അതിന് ലേസർ തെറാപ്പി എന്ന് പറയും. അത് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിൽ എൻ്റെ ഈ സെൻറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് VIP-കളെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വലിയൊരു സർജറി നമുക്ക് ഒഴിവാക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഈ എല്ല് കീറിയിട്ട് തന്നെയാണ് ഹൃദയത്തിലേക്ക് പോകുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഓപ്പറേഷൻ കൂടാതെ ഈ ലേസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ബീംസ് അകത്ത് കടത്തിവിടും. അത് രശ്മികളാണ്. എന്നിട്ട് ഈ ക്ലോട്ട് നമ്മൾ അലിയിച്ച് കളയുകയാണ്. ആ ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ ഒരു 5 തൊട്ട് അല്ലെങ്കിൽ 10% വരെ പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, അലിഞ്ഞു പോകും. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ പല പേഷ്യൻസും വരും, താഴെ പടി കയറാൻ പറ്റാത്ത ആളുകളുണ്ട്. ഏതെങ്കിലും രീതി പടി കയറിയിട്ട് അവർ മേളിൽ കൊണ്ടുവന്ന് ഈ ലേസർ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളൊരു ഒരു 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 ഒറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ ഒരു 5 to 10% അത് മിറക്കിളാണ്. അപ്പോൾ എക്യുപ്മെൻസിന് തന്നെ വളരെ കോസ്റ്റ്ലിയാണ്. ഒരു 3 കോടി രൂപയൊക്കെ മാർക്കറ്റ് പ്രൈസ് വരും. പിന്നെ ഡിപ്പെൻസ്. പിന്നെ അത് ഒരു മെത്തേഡ്. പിന്നെ അത് തന്നെ ഈ ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WHO എന്ന് പറയുന്നത് മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്, ആവശ്യമില്ലാത്ത സർജറിയാണ്. അപ്പോൾ ഞാനിത് പറയുന്നത് കൊണ്ട് പിന്നെ മറ്റു വലിയ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്കൊക്കെ എൻ്റെ അടുത്ത് ഇതുണ്ട്. കാരണം അവർക്ക് ദഹിക്കുന്നില്ല. അതേസമയം ഇവിടെ ചിത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സമയത്ത് നമ്മുടെ വർത്തമാനപുരം മഹാരാജാവിൻ്റെ പിന്നെ മകൻ ഇവിടെ ബ്ലോക്കായിട്ട് വന്നു. അപ്പോൾ പുള്ളിക്ക് വന്നിട്ടുള്ളത് 100% ബ്ലോക്കാണ്. അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് മരിക്കും. അപ്പോൾ പിന്നെ ചിത്രക്കാർ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം, മഹാരാജാവ് ഒരു കാര്യം, കൊട്ടാരത്തിൽ ഒരു പണിഞ്ഞ് കൊടുത്തിട്ടുള്ളതാണ് എല്ലാം. അവിടെ എല്ലാം ഫ്രീ ആണ്, എല്ലാം സ്പെഷ്യൽ കെയർ ആണ് അവർക്ക്. അപ്പോൾ ഞങ്ങളൊരു കൊട്ടാരത്തിലെ ഒരു പേഷ്യൻറ്റിനെ സർജറി ചെയ്ത് മരിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും കാണിക്കും. പിന്നെ അവർ അമൃതായി പോയി. അപ്പോൾ അമൃതായി ചെന്നപ്പോഴത്തേക്ക് അവർ ഇതേ പറഞ്ഞു, സർജറി ചെയ്താൽ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് രാജാവ് ഈ NMC എന്ന് പറഞ്ഞാൽ UAE ഒരു ഫേമസ് ഹോസ്പിറ്റലുണ്ട്, മിക്കവാറും കേട്ടു. അത് ഷെട്ടിയാണ് നടത്തുന്നത്. അപ്പോൾ രാജാവും ഷെട്ടിയായിട്ട് വളരെ ഇതാണ്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് അവർ ഇത് തന്നെ പറഞ്ഞു. അവിടെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു അമേരിക്കൻ ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞു കൊടുത്ത സർജറി ചെയ്ത് കഴിഞ്ഞാൽ ദ പേഷ്യൻ്റ് മേ ഡൈ ഓൺ ദ ടേബിൾ. ഒപ്പം തന്നെ സർജറി അപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു അങ്ങനെ മരിക്കാനാണെങ്കിൽ ഇപ്പോൾ അവിടെ പോയി പിന്നെ ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല, നേരെ കൊട്ടാരത്തിൽ പോയി മരിക്കാമല്ലോ. അങ്ങനെയാണ് മഹാരാജാവിൻ്റെ അടുത്ത് വന്നത് മകനുമായിട്ട്. മഹാരാജാവിന് അതിന് മുമ്പ് ഞാൻ പല ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹത്തിനെ പറ്റി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ആൻജിയോക്കിനെ എടുക്കാൻ ഒക്കത്തില്ല. 2-3 പ്രാവശ്യം പുള്ളിക്ക് ആൻജിയോക്കിനെ എടുക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം പോലും ആൻജിയോക്കിനെ എടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ആൻജിയോക്കിനെ എടുക്കാതെ എങ്ങനെ പിന്നെ ഈ ബ്ലോക്ക് കണ്ടുപിടിക്കും, അത് മറ്റൊരു ക്വസ്റ്റ്യൻ. പക്ഷെ അതിനൊരു പ്രതിവിധിയുണ്ട്. അതിൻ്റെ പേരാണ് ഹാർട്ട് സ്കാൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊരു സെൻറ്റർ ഉണ്ടായിരുന്നു പണ്ട്, കൊച്ചിയിലൊരു സെൻറ്റർ ഉണ്ട്, ഹാർട്ട് സ്കാൻ സെൻറ്റർ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു 10-20 ഫംഗ്ഷൻ നമുക്കറിയാൻ പറ്റും. പമ്പിങ് അറിയാൻ പറ്റും, ഓക്സിജൻ ലെവൽ അറിയാം, പിന്നെ അറ്റാക്ക് സാധ്യത നമുക്കറിയാൻ പറ്റും, അതുപോലെ തന്നെ വാൽവിൻ്റെ പ്രോബ്ലംസ് എല്ലാം പറ്റും. അതേസമയം ആൻജിയോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബ്ലോക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഇത് ബ്ലോക്കെല്ലാം അറിയാം, കറക്റ്റായിട്ടെല്ലാം അറിയാം. പക്ഷേ നമുക്കിനി അടുത്ത് ഇവിടെ ഒരു സെൻറ്റർ ഉണ്ടെന്ന് പറയുന്നത് നാഗർകോയിലാണ്. അത് ഇരുദയം ഹോസ്പിറ്റൽ, ഇരുദയം എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. അപ്പോൾ അവരവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഹാർട്ട് സ്കാനും പിന്നെ ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മഹാരാജാവിന് ഞാനും കൂടെ പോയിട്ട് രാജാവിനെ അവിടെ കൊണ്ടുപോയിട്ട് ഈ പിന്നെ ഹാർട്ട് സ്കാൻ ചെയ്യിച്ചു. അപ്പോൾ അറ്റാക്ക് സാധ്യത എല്ലാം അതിനകത്ത് ക്ലിയർ ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഒരു 10 സിറ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പുള്ളിയുടെ മിക്കവാറും എല്ലാ അസ്വസ്ഥതയും മാറിക്കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം ഒരു കോഴ്സാണ്, ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അത് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി എല്ലാം കൊച്ചു കുട്ടികളെ പോലെ ആയി. പമ്പിങ് എല്ലാം നോർമലായി, ബ്ലോക്ക് എല്ലാം മാറിക്കഴിഞ്ഞു. അത് വലിയ മിറക്കിളാണ്. പറഞ്ഞാൽ പോലും അവർക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അതുപോലെ എനിക്ക് ആയിരക്കണക്കിന് പേഷ്യൻസിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ, യൂറോപ്പിൽ ആൻഡ് അമേരിക്ക. ഈ അമേരിക്കൻ പ്രസിഡന്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അതെങ്ങനെയായിരുന്നു? അത് ഇത് തന്നെയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ തന്നെയാണ് ഈ പിന്നെ ലേസർ തെറാപ്പിയൊക്കെ സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിരുന്നു. കാരണം പല സിസ്റ്റത്തിലുള്ള പിന്നെ പ്രാവീണ്യമുള്ള ഡോക്ടർമാരെയാണ് അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ അവിടെ പല യൂണിവേഴ്സിറ്റികളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ അവരെന്നെ വിളിച്ചു. അവരുടെ ഒരു ബോർഡുണ്ട്, അവർ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ നമ്മളിവിടുത്തെ പിന്നെ നമ്മുടെ പ്രസിഡന്റിനെ പോലും വലിയ ബുദ്ധിമുട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ട്രീറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഒരു ഫോറിൻ ഡോക്ടർ, അവിടുത്തെ ഡോക്ടർ അല്ലല്ലോ. എന്നിട്ട് ഞാനിതെല്ലാം അവിടുത്തെ ഡോക്ടേഴ്സിനെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു. അവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, അറിയാമെന്നല്ല, അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാറുമില്ല എന്നുള്ളത്. അതുപോലെ പ്രസിഡന്റ് ജിമ്മി കാർട്ടറാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇതല്ല, നമ്മുടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പിന്നെ ടെസ്റ്റ് ചെയ്യും, പിന്നെ സകലം നോക്കും, യൂറിൻ ടെസ്റ്റ് ഇതെല്ലാം ചെയ്തിട്ട് നമ്മളെ കയറ്റുള്ളൂ അവിടെ. ഡോക്ടറുടെ പിന്നെ നമ്മൾ പ്രസിഡന്റിനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളല്ലേ, നിങ്ങൾക്ക് വല്ല ഇൻഫെക്ഷസ് ഡിസീസോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണം. അപ്പോൾ അത്രയ്ക്ക് കെയർഫുള്ളാണ്. അത് മാത്രമല്ല പിന്നെ വൈറ്റ് ഹൗസിലല്ലേ താമസിപ്പിക്കുന്നത്. വൈറ്റ് ഹൗസിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഗസ്റ്റുകളെ പോലും വൈറ്റ് ഹൗസ് താമസിപ്പിക്കില്ല. അവർക്ക് വേറെ വലിയ വലിയ ഹോട്ടലുകളിലോ പിന്നെ സ്റ്റാർ ഹോട്ടലുകളിലോ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു അവസരം പുള്ളിക്ക് കിട്ടി. ഞാൻ ഇതുപോലെയാണ് പുള്ളിക്ക് ആദ്യം ഒരു ബ്ലോക്ക് വന്നു, ബൈപ്പാസ് ചെയ്ത്. അത് പിന്നെ രണ്ടാമതും വന്നു, ജിമ്മി കാർട്ടർക്ക്. രണ്ടാമതിട്ട് ഇനി പുള്ളി പിന്നെ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇതല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പുള്ളി പിന്നെ ലോകം മുഴുക്കെ സഞ്ചരിച്ച് എല്ലാം പിന്നെ വീണ്ടും പുള്ളിയുടെ പഴയതുപോലുള്ള ജോലി ആരോഗ്യമൊക്കെ വന്നു. പിന്നെ പുള്ളി ഇപ്പോൾ മരിച്ചു കഴിഞ്ഞ്, ഇപ്പോൾ പുള്ളി ജീവിച്ചിരുന്നെങ്കിൽ ഒരു 100 വയസ്സ് കണ്ടേനെ. 2 വർഷത്തിന് മുമ്പ് പുള്ളി മരിച്ചു. അതാണ് അമേരിക്കയിലേ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ KR നാരായൺ സാറിന്, ഇന്ത്യൻ പ്രസിഡന്റ്, പുള്ളി ഇതുപോലെ അവസരം വന്നു. കാരണം പുള്ളിക്ക് ഇതുപോലെ ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞു. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് പിന്നെ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ ഞങ്ങൾ വളരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്ക ആയിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഇവിടെ പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആരെ നമ്മുടെ KR നാരായൺ സാറിനെ. പിന്നെ പുള്ളി ഇവിടെ അംബാസഡറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയങ്ങൾ. അപ്പോൾ ഇത് അന്ന് ഞാൻ ചെയ്യുന്നതെല്ലാം പുള്ളി, അന്ന് ഇന്ത്യക്കാരനായതിന് പുള്ളിക്ക് ഒരു സ്പെഷ്യൽ കെയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വലിയ അടുത്ത സുഹൃത്തുക്കളായി. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ KR നാരായൺ സാറിന് അറിയാമായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇതുപോലെ ബൈപ്പാസ് ചെയ്ത് ക്രിട്ടിക്കൽ സ്റ്റേജായി. അപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഡോക്ടറുടെ കാര്യം, ഞാനിപ്പം വലിയ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഡോക്ടർ സാറിൻ്റെ കാര്യം ചെയ്യാൻ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ പുള്ളി പറയാം, യു നോ മൈ കണ്ടീഷൻ. ഞാൻ പറയാം, ഐ ഡോണ്ട് നോ, എനിക്കറിഞ്ഞൂടാ.
കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ. ഞാൻ കിടന്നുകൊണ്ടാണ് വിളിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ പ്രഥമ പുരുഷനല്ലേ, ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ദിവസം തന്നെ വരാം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്ത് ഇവിടെ നേരെ ഞാൻ ഇവിടുത്തെ ഈ ലേസർ എക്യുപ്മെൻസുമായിട്ട് അവിടെ പോയി. രാഷ്ട്രപതി ഈ പറഞ്ഞതുപോലെ രാഷ്ട്രപതി താമസിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഏകദേശം 1 മാസത്തോളം അവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പിന്നെ പുള്ളി ലോകം മുഴുക്കെ സഞ്ചരിച്ചു. പിന്നെ പ്രായം അതിന് മരണത്തിന് പല കാരണങ്ങൾ വരുമല്ലോ, പ്രായമാകുമ്പോഴത്തേക്ക് മരണ കാരണങ്ങൾ. അപ്പോൾ അതാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റിയുള്ള ഒരു. എന്നിട്ട് പുള്ളി അതിനുള്ള ഒരു സാക്ഷ്യപത്രങ്ങൾ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപറ്റി നോക്കിയൊക്കെ ചെയ്യാം. ഞാൻ കയറി വന്നപ്പോൾ തന്നെ കണ്ടു അദ്ദേഹമായിട്ടുള്ള ഫോട്ടോയും. നമ്മുടെ കാരണം മെഡിക്കൽ ഫീൽഡ് നമുക്ക് ഇതിനകത്ത് മറയ്ക്കാൻ സയൻസാണ്, അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് തുറന്ന് പറയാം. ഇതിനകത്ത് ആരെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഇതുപോലെ മഹാരാജാവിൻ്റെ മകൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത് കാരണം ഒരു പേഷ്യൻ്റെ കാര്യം മറ്റൊരു പേഷ്യൻ്റ് പറയാൻ പാടില്ല. പക്ഷേ ഇവർ മഹാമനസ്കരായവർ പറഞ്ഞു, നിങ്ങൾ ഡോക്ടർക്ക് ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ഇത് മറ്റെല്ലായിടത്തും പറയണം. അവർക്ക് എന്തെങ്കിലും കാരണം ഇത് വല്ല ഈ കുടത്തിലെ വിളക്ക് പോലെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുകൊണ്ട് പ്രയോജനം വരും. അപ്പോൾ നമ്മളൊക്കെ ഇപ്പം ജിമ്മി കോട്ടർക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം അവർക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡോക്ടർ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് മിസ്റ്റർ രാഹുലിനെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എന്ത് സോക്കേടെന്നുള്ളത് വളരെ കോൺഫിഡൻഷ്യലാണ്. ചിലപ്പോൾ മാനസിക രോഗമായിരിക്കാം, വേറെ ക്യാൻസർ ആയിരിക്കാം. ഇത് കാരണം നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആവും. അതുകൊണ്ട് അവരുടെ ഒരു പേഷ്യൻ്റെ കോൺസെൻറ്റ് ഇല്ലാതെ അവരുടെ രോഗം മറ്റൊരിടത്ത് നമുക്ക് പറയാൻ പാടില്ല. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇവർ പറഞ്ഞ അത്ര മഹാമനസ്കതയാണത്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇത് കേട്ട് നമുക്ക് പ്രയോജനപ്പെരും. അപ്പോൾ അതെ, തീർച്ചയായിട്ടും. കാരണം എല്ലാവരും ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയും എടുക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരുപാട് പേർക്ക് നെഞ്ചുവേദനയാണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും പെട്ടെന്ന് വരുന്ന ചെറിയ യുവാക്കൾ വരെ, ചെറിയ പ്രായമുള്ള കുട്ടികൾക്ക് വരെ ഇത്തരത്തിൽ ഇപ്പോൾ ഹാർട്ട് ഡിസീസ് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് വഴി കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞ നല്ലൊരു സബ്ജക്റ്റാണ്. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഷോക്കാവും. ഈ കൊച്ചു കുട്ടികൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ളതിന്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ അമിതമായിട്ട് ചോക്ലേറ്റ് കഴിക്കും. ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, ഭയങ്കര ഹൈലി ഡേഞ്ചറസ് ആണ്. പക്ഷെ അത് ആർക്കും അറിയത്തില്ല. ഒരു ഓമനെ പേരിട്ട് ലോകം മുഴുക്കി ഉള്ള കുട്ടികൾക്ക് മുഴുക്കി വരുത്തിയിട്ട് ചോക്ലേറ്റ് കഴിച്ചാൽ എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക്? ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് 75% ഫാറ്റാണ്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. ഈ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ചെന്ന് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ചെന്നിട്ടത് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്യും. അപ്പോൾ ഈ ഫാറ്റി ഡിപ്പോസിറ്റാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, രക്തക്കൊഴി പോയി അടിയുന്നത്. അതാണ് കൊച്ചു കുട്ടികൾക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം മിക്കവാറും എല്ലാ സോക്കുകളും വരുന്നു. കാരണം പ്രതിരോധ ശക്തിയില്ല. പിന്നെ അടുത്തത് ആഹാര രീതി. ഇപ്പോൾ നമ്മുടെ അതായത് മാൻ സപ്പോസ് ടു ബി ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് വെജിറ്റേറിയനാണ്. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ ആരും വെജിറ്റേറിയൻ കഴിക്കാറേ ഇല്ല. ഇപ്പോൾ കഴിക്കുന്നുണ്ട് ഈ കുഴിമന്തി, അതുമന്തി, പല ബ്രാൻഡുകളും കഴിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോട്ടീൻ ലഭിക്കുന്നത്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം പ്രോട്ടീൻ ഇപ്പോൾ ഉദാഹരണം ഈ ചെറുപയറുണ്ടല്ലോ, അതായത് പയറുവർഗ്ഗങ്ങളെല്ലാം റിച്ച് പ്രോട്ടീനാണ്. ഏറ്റവും കൂടുതലുള്ളത് റിച്ച് പ്രോട്ടീൻ സോയാബീൻസിലും ഈ മങ് ബീൻസ് നമ്മുടെ ചെറുപയറിലുമാണ്. അതായത് 1 കിലോ ചെറുപയറിൽ 4 കിലോ ഇറച്ചിക്ക് തുല്യമായിട്ടുള്ള പ്രോട്ടീനുണ്ട്. പക്ഷേ ഡോക്ടർമാർ വരെ അവർക്ക് വലിയ അറിവില്ല അതേപ്പറ്റി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു സബ്ജക്റ്റ് ഉണ്ട്, ന്യൂട്രീഷൻ എന്ന് പറയും. അത് ഈ ഡോക്ടർമാർ പഠിക്കാറേ ഇല്ല. അതാണ് അതിൻ്റെ വേറൊരു കുഴപ്പം. ഈ ഉദാഹരണം നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് കൊടുക്കും, ഡ്രഗ്സ് ഇതെല്ലാം എഴുതി കൊടുത്തിട്ട് ആഹാരം കഴിക്കും. എന്ത് കഴിക്കണം എന്ന് കുടിക്കണം അവർക്ക് പറയത്തില്ല. അപ്പോൾ അവർ പറയുന്ന അടുത്ത് എന്താണ്, ഇവിടെ ഡയറ്റീഷ്യനുണ്ട്. അപ്പോൾ ഡയറ്റീഷ്യൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അതിൽ നിന്നും കുഴപ്പമാണ്. കാരണം ഈ മെഡിക്കൽ ബുക്സ് എല്ലാം കൂടുതലും ഈ വെസ്റ്റേണൈസ്ഡ് ആണ്. അപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും അവർ മീറ്റ് ഈറ്റേഴ്സാണ് കൂടുതലും. ഇപ്പോൾ അതെല്ലാം മാറിപ്പോയി. ഇപ്പോൾ അവരെല്ലാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് മാക്സിമം കഴിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റുള്ള പയറുവർഗ്ഗങ്ങളിലാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെറുപയർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ്റെ യാതൊരു പ്രോബ്ലം വരത്തില്ല. ഉദാഹരണത്തിന് ആന, പശു, കുതിര ഇതെല്ലാം ഇത് ഒരു ഇറച്ചി മീൻ മുട്ടയൊന്നും കഴിക്കുന്നില്ല. അതായത് ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിയസ്റ്റ് ബിഗസ്റ്റ് ആനിമൽ ജീവിച്ചിരിക്കും കാട്ടിൽ. അവന് പ്യൂർ വെജിറ്റേറിയനാണ്. അവർ കഴിക്കുന്നത് ഈ മരത്തിൻ്റെ തൊലി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം കഴിക്കും. അപ്പോൾ അവർക്ക് നല്ല ബലം ഉണ്ടാകുന്നുണ്ട്. മനുഷ്യനൊക്കെ അവർക്ക് സോക്കേടും വളരെ കുറവാണ്.
അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ നമ്മൾ മീറ്റ് ഈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾക്ക് മനുഷ്യനുണ്ടാകുന്ന എല്ലാ സോക്കുകളും മൃഗങ്ങൾക്കും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് ടു ക്യാൻസർ വരെയും ഉണ്ടാവും. മൃഗങ്ങൾക്കും ക്യാൻസർ ഉണ്ടാവും. മൃഗങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവും. പിന്നെ നമുക്ക് അതായത് മനുഷ്യനുണ്ടാകുന്ന എല്ലാ സോക്കുകളും മൃഗങ്ങൾക്കും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ പിന്നെ ഇതിൻ്റെ അത് മാത്രമല്ല, ഈ നമ്മുടെ ഇവിടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളുള്ളത്. ലോകത്തെ തന്നെ കമ്പയർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മുഴുവൻ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കാരണം നമ്മൾ മുഴുക്കുന്ന എല്ലാം ആവശ്യമില്ലാത്ത ആഹാരങ്ങളാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ഈ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാറില്ല. ഈ കുഴിമന്തി നേരത്തെ പറഞ്ഞതുപോലെ അതുപോലുള്ള ഈ ഫാറ്റി ഡിപ്പോസിറ്റ് ഉള്ളതാണ്. പിന്നെ അതുപോലെ ഈ മൃഗങ്ങളുടെ കൊഴുപ്പ്, ഉദാഹരണം ഈ മട്ടൺ കഴിക്കുന്നവരുണ്ട്. ഈ മട്ടന് വില കൂടിയതായതുകൊണ്ട് ഇതിൻ്റെ കൊഴുപ്പ് പോലും കളയത്തില്ല. അപ്പോൾ ഇതിൻ്റെ കൊഴുപ്പ് പോയി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ രക്തത്തിൽ പോയിട്ട് ഇത് കൊഴുപ്പ് തന്നെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആഹാരമാണ്. അതായത് ഈ ഫാദർ ഓഫ് മെഡിസിൻ തന്നെ പറയുന്നുണ്ട്, ഹിപ്പോക്രാറ്റ് തന്നെ പറയുന്നുണ്ട്, മെഡിസിൻ അതായത് ഫുഡ് മസ്റ്റ് ബി അവർ മെഡിസിൻ, മെഡിസിൻ മസ്റ്റ് ബി അവർ ഫുഡ്. അതായത് നമ്മുടെ ആഹാരമായിരിക്കണം നമ്മുടെ ഫുഡ്, ആഹാരമായിരിക്കണം നമ്മുടെ ഔഷധവും. പക്ഷെ ഇതെല്ലാം നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു പിന്നെ പന്നി ഇറച്ചി കഴിക്കുന്നിരുന്നോട്ട്. ആ പന്നി ഇറച്ചി കഴിച്ച് കഴിഞ്ഞാൽ പന്നിയുടെ ഇറച്ചിയിൽ പന്നിയുടെ ഹോർമോൺ ഉണ്ടല്ലോ, അത് നമുക്കറിയാമല്ലേ. ഇപ്പം മനുഷ്യൻ്റെ ആണെങ്കിൽ മനുഷ്യൻ്റെ ഹോർമോൺ വരും, പന്നിയുടെ ആണെങ്കിൽ പന്നിയുടെ ഹോർമോൺ വരും. കുറേ നാൾ പന്നി ഇറച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുക്ക് ലൈക്ക് പിഗിനെ പോലെ നമ്മൾ ഇരിക്കും. അതുകൊണ്ടായില്ല. പിന്നെ ആക്ട് ലൈക്ക് പിഗ്. പിന്നെ ഈ പന്നി എന്തെല്ലാം ചെയ്യും അതുപോലെ പിന്നെ ആ മനുഷ്യനും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ മീറ്റ് ഈറ്റേഴ്സിനെയും വെജിറ്റേറിയനെയും പറ്റി നോക്കിയാൽ മാത്രം മതി. ഈ മീറ്റ് കഴിക്കുന്ന ആൾക്ക് ഭയങ്കര ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഇവന് വളരെ പെട്ടെന്ന് ദേഷ്യം വരും, പിന്നെ ടോളറൻസ് ഇല്ല. ഇപ്പോൾ ഒരു വെജിറ്റേറിയനും ഒരു നോൺ വെജിറ്റേറിയനും ഉണ്ടെങ്കിൽ ഇവർക്കെപ്പോഴും ഒരു കലഹപ്രിയരാണ് ഈ നോൺ വെജിറ്റേറിയൻ. കാരണം അവരുടെ ഹോർമോൺ മുഴുവൻ ആനിമൽ ഹോർമോണാണ്. കുറേ നാൾ ഇപ്പോൾ നമ്മളായി കഴിഞ്ഞാൽ ഏത് ആനിമൽ പിന്നെ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. കാരണം ഹോർമോൺസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കഴിയുന്നതും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് മനുഷ്യൻ കഴിക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല ദഹനേന്ദ്രിയത്തിനും വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരു മെഡിക്കൽ കോളേജുകളിലും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. ഉദാഹരണം, നമ്മൾ കഴിക്കുന്നത് ഈ മൃഗങ്ങൾ, അതായത് പിന്നെ സിംഹം, പിന്നെ പുലി, പട്ടി, പൂച്ച ഇതൊക്കെ കഴിക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേക കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് എല്ലാ ആളുകളിലും ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ മൃഗങ്ങൾക്കെല്ലാം ഇപ്പോൾ ഉദാഹരണം ടി വി ഉള്ള മൃഗങ്ങളുണ്ട്, ക്യാൻസർ പാർട്ടൊക്കെ തന്നെയാണ് ഇവർ ബിച്ചേഴ്സ് ഇറച്ചി വിട്ടുകാർ ഇതൊന്നും കളയത്തില്ല. ഇതെല്ലാം തന്നെ നമ്മൾ കഴിക്കുകയാണ്. അതായത് ഈ മൃഗങ്ങൾക്ക് ക്യാൻസർ ഉള്ള മാംസം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ട്. നമ്മൾ ക്യാൻസർ സെല്ലുകളല്ലേ കഴിക്കുന്നത്. അതുകൊണ്ടാണ് അതാണ് പറയുന്നത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ള കേരളീയരാണ്. അതെ, അപ്പൊ നമുക്ക് അറിയാൻ കഴിയില്ല ഏത് മൃഗത്തിനാണ് ക്യാൻസർ ഉള്ളത്, ഏത് മാംസത്തിനാണ്. ഉദാഹരണം മാംസത്തിന് തന്നെ ഒരുപാട് ആൾട്ടർ ഇതുണ്ടല്ലോ, ഈ എല്ലാ മാംസവും കഴിക്കുന്നില്ലേ. ഇപ്പം ചൈനയിലാണെങ്കിൽ എല്ലാ മാംസവും അവർ കഴിക്കും. അപ്പം അത് പിന്നെ അതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഫ്രഷാണ്.